സ്റ്റക്കായിപ്പോയി, ഹാപ്പിനെസ് ഇല്ലാതായിപ്പോയി. തീർച്ചയായിട്ടും ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാഹചര്യം കൊണ്ടുതരുന്നൊന്നല്ലല്ലോ. ഹാപ്പിനെസ് പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾക്കനുസരിച്ചുണ്ടാവുന്നതാണ്. നമുക്ക് ഓരോ ദിവസവും ഹാപ്പി ആവാൻ വേണ്ടി എടുക്കാൻ പറ്റുന്ന കുറച്ച് തീരുമാനങ്ങൾ, ഒരു 15ഓളം തീരുമാനങ്ങളൊന്ന് പറഞ്ഞു തരട്ടെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ ഹാപ്പിനെസ്സിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഒന്നാമത്തേത് എന്താണ്? ഒന്നും വേണ്ട, നിങ്ങൾ വല്ലാണ്ട് സ്റ്റക്കായി നിൽക്കുമ്പം മെല്ലെ ഒന്ന് ബ്രേക്ക് താഴ്ത്തിയിട്ട് കുറച്ചൊന്ന് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് അത്യാവശ്യം ഒന്ന് നടക്കുക എന്നുള്ളതാണ്. ഒന്ന് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പലപ്പോഴും നമ്മൾ ഹാപ്പിനെസ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു 30 സെക്കൻഡ് നിങ്ങളൊന്ന് നല്ല സ്പീഡിൽ അത്യാവശ്യത്തിൽ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് ഒരു 90 മിനിറ്റോളം നിങ്ങൾ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എൻഡോർഫിൻ അതിലൂടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒന്നും ആലോചിച്ചിരിക്കേണ്ട, വേഗം എടുത്ത് മൂവ് ചെയ്യുക. ഒരു 30 സെക്കൻഡ് നിങ്ങളിലേക്ക് ഹാപ്പിനെസ് ഉൽപ്പാദിപ്പിക്കാൻ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. നിങ്ങൾ ആ ഒരു ലക്ഷ്യം കൂടി വെക്കുക കേട്ടോ. എനിക്ക് ഹാപ്പിനെസ് ഉൽപ്പാദിപ്പിക്കണം, എനിക്ക് എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കണം എന്ന ലക്ഷ്യോടും വെച്ചുകൊണ്ട് മുന്നേറുക കേട്ടോ. പിന്നെ അപ്പുറത്തൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പച്ച പിടിച്ച് നിൽക്കുന്ന ഏരിയ ഉണ്ടെങ്കിൽ ഈ മൂവ്മെൻറ്റ് ഒന്ന് ആ ഏരിയയിൽ കൂടി നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സൂര്യപ്രകാശമൊക്കെ കൊണ്ട് വൈറ്റമിൻ ഡിയും കിട്ടും. നിങ്ങൾക്ക് എന്താവും? ഒന്നുകൂടി നിങ്ങളെ ഹാപ്പിനെസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ? ഒരു അൺപ്ലാനിങ് ഒന്നും ഇല്ലാത്ത ഒരു ഔട്ട്ലിങ് അങ്ങോട്ട് പുറത്ത് പോക്കലൊന്ന് പ്ലാൻ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വന്നപ്പോൾ പറഞ്ഞു, ഓന് എടവണ്ണെന്ന് കക്കാടംപൊയിൽ വരെ നടന്നു പോയി എന്നാണ്. അതിനോട് കുറച്ച് നടന്നും പോയി 30 രാവിലെ പോയി വൈകുന്നേരം ആകുമ്പോൾ അവിടെ എത്തിയിരുന്നില്ല. ഒരു അഡ്വഞ്ചറസ് ട്രിപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും ഉണ്ട്, എന്നാൽ എനിക്ക് ഈ എടവണ്ണെന്ന് ഏതാണ്ട് ആമസോൺ വ്യൂ പോയിൻ്റ് മല വരെ ഒന്ന് നടന്നു പോകണം എന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഒരു ഹെൽത്ത് സന്ദേശത്തോടും കൊടുത്തുകൊണ്ട് നടന്നു പോകണം എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തത്. അതുപോലെ എന്തെങ്കിലും ഒരു അഡ്വഞ്ചറസ് ആയിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുക. അൺപ്ലാൻഡ് ആയിട്ട് ചെയ്യുക, എന്നിട്ട് അങ്ങോട്ട് പോവുക. അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാപ്പിനെസ് ബൂസ്റ്റ് ചെയ്യാൻ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നിങ്ങൾക്ക് ഹാപ്പിനെസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളോടോ നിങ്ങളുടെ പ്രിയതമനോടൊക്കെ ഒരു കിസ്സ് ചെയ്യുക എന്നുള്ളത്, ഒരു ചുംബനം നൽകുക എന്നുള്ളത്. ഈ ചുംബനം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഹാപ്പിനെസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് പോസിറ്റീവ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. ഇതുപോലെ ഹാപ്പിനെസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ എസെൻഷ്യൽ ഓയിൽസ് സ്മെല്ല് ചെയ്യുക എന്നുള്ളത്. വാനില, ലാവെൻഡർ തുടങ്ങിയ എസെൻഷ്യൽ ഓയിൽ സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കും? ഹാപ്പിനെസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തലച്ചോറിലൊരു യൂഫോറിയ സ്റ്റേജ് ചെറുതൊന്ന് ക്രിയേറ്റ് ചെയ്യും. അത് നിങ്ങളെ ഹാപ്പി ആവാൻ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ്. പിന്നെ നമ്മളെപ്പോഴും ഇപ്പോൾ ഒരു മാളിലൊക്കെ പോവുകയാണ്, അവിടെ പോകുമ്പോൾ പർച്ചേസ് ചെയ്യുന്ന സാധനത്തെക്കാളും നമ്മൾ അതിൻ്റെ എക്സ്പീരിയൻസിന് പ്രാധാന്യം കൊടുക്കുക, എക്സ്പീരിയൻസിന് പ്രയോറിറ്റി കൊടുക്കുക. പലപ്പോഴും നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങി അവസാനം നമുക്ക് മൂഡ് ഓഫ് ആകുക ചെയ്യുക. അതല്ല, അവിടെ പോകുമ്പോൾ അവിടെ നിന്ന് നടക്കുക, അവിടെ നിന്ന് ഓരോ വില പർച്ചേസ് ചെയ്യുക, ഇങ്ങനത്തെ വില സാധനങ്ങൾ ചോദിക്കുക. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ്. ഇപ്പോൾ ഒരു ബീച്ചിൽ പോവുകയാണ്, അവിടെ പോയി കുറേ വാരി വലിച്ച് തിന്നുക എന്നുള്ളതല്ല നമ്മൾ ലക്ഷ്യം. ആ ബീച്ച് കണ്ട് ആസ്വദിച്ച് ആ അനുഭവത്തിന് പ്രാധാന്യം കൊടുക്കുമ്പം അത് നമ്മൾ ഹാപ്പിനെസ് ബൂസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ മാനസികാവസ്ഥകളുടെ നമ്മളൊന്ന് അളന്നെടുക്കുക എന്നുള്ളത്. നമുക്ക് എത്രമാത്രം ഹാപ്പിയാണ്, ഞാനിപ്പോൾ ഹാപ്പിയാണോ, ഇപ്പോൾ ദുഃഖിതനാണോ എന്നുള്ളത് നമ്മൾ ആ ഒരു എമോഷൻസിനെ, നമ്മൾ ആ ഒരു വികാരത്തെ ഒന്ന് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഹാപ്പിനെസ് നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, നിങ്ങൾ ഒന്ന് അഭിനയിച്ചാൽ മതി. ചിരിക്കണം ആയിട്ട് വേണ്ട ഒരു സോഴ്സ് വേണമെന്നില്ല. ജസ്റ്റ് ഒന്ന് ചിരി അഭിനയിച്ചാൽ പോലും നിങ്ങളുടെ തലച്ചോറിലേക്ക് എന്താക്കും? ഒരു ഹാപ്പിയാണ് എന്നുള്ള മെസ്സേജ് കൊടുക്കുകയും നിങ്ങൾ ഹാപ്പി ആവുകയും ചെയ്യും. ഇനി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ഒരു ലക്ഷ്യങ്ങൾ നിങ്ങളൊന്ന് അച്ചീവ് ചെയ്യുക, നേടിയെടുക്കുക. തീർച്ചയായും നേടിയെടുക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് പോസിറ്റീവ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുകയും നമ്മളിലേക്ക് ഹാപ്പിനെസ് കൊണ്ടുവരികയും ചെയ്യും. പിന്നെ നമ്മളെ നല്ല സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഒന്ന് ഇടപഴകിയിട്ട് അവരുമായിട്ടുള്ളൊരു സംസാരം, അവരുമായിട്ടുള്ള ഒരു ആശയവിനിമയം എന്താക്കും? നമ്മളിലേക്ക് ഹാപ്പിനെസ് കൊണ്ടുതരും. പിന്നെ ഓരോ ദിവസവും നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഒരു സമയം കണ്ടെത്തുക. പലപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്യുക, അല്ലാതെയും നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. നമുക്ക് ചിത്രം വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ ചിത്രം വരച്ചിട്ട് അത് എക്സ്പ്രസ് ചെയ്യുക. പാട്ട് പാടാനാണ് പറ്റുമെങ്കിൽ പാട്ട് പാടിക്കൊണ്ട് എക്സ്പ്രസ് ചെയ്യുക. പിന്നെ നമുക്ക് മറ്റ് എന്തെങ്കിലും അതുപോലത്തെ കഴിവുകളാണെങ്കിൽ അതൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തതായിട്ട്
ലൗഡായിട്ട് ചിരിക്കുക. തീർച്ചയായിട്ടും നമ്മളിൽ എന്താക്കും, സെറട്ടോണിനും ഡോപ്പമിനും ഒക്കെ പോലത്തെ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് നമ്മളെ ഹാപ്പി ആക്കുകയും ചെയ്യും എന്നാണ്. വെറുതെ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നിങ്ങളൊരു സെൽഫി എടുക്കുക. ഒരു സെൽഫി എടുക്കുക, തീർച്ചയായിട്ടും നമുക്ക് ഹാപ്പിനെസ് ബൂസ്റ്റ് ചെയ്യുന്നതോ. ഓക്കെ, ഡാൻസ് ചെയ്യുക. നിങ്ങൾ വെറുതെ റൂമിലൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ എന്തെങ്കിലും പാട്ടൊക്കെ കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ചുമ്മാ ഒന്നിങ്ങനെ ഡാൻസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ഹാപ്പിനെസ് ബൂസ്റ്റ് ചെയ്യുന്നതാണ്. ഈ 15 ടിപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കി. നമുക്ക് വെറുതെ സന്തോഷമില്ലാത്ത ജീവിതത്തിൻ്റെ ആ സ്റ്റക്നെസ്സിനെ മറികടന്നുകൊണ്ട് നമുക്ക് ഹാപ്പി ആവാൻ പറ്റും. ബി ഹെൽത്തി. ബൈ.